ബഹുമാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ ധന്യ തിരുനാമത്തിൽ വന്ദനങ്ങൾ. സ്വവർഗരതിയെക്കുറിച്ച് ഒരു വീക്ഷണം പറയേണ്ടതുണ്ട് എന്ന് ബഹുമാന്യരായ അനുവാചകരുടെ നിരന്തരമായ അഭ്യർത്ഥന പരിഗണിച്ച് ഞാൻ ഒരു തുറന്ന അഭിപ്രായ പ്രകടനവും നിരീക്ഷണവും നടത്തുകയാണ്. സമകാലികമായ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ചില വിവാദങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ പരമാവധി ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക അതാണ് ധാർമ്മികമായി മാന്യമായി നല്ലത് എന്ന് ഒരു ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും ഇത്തരമൊരു വിഷയത്തിൽ കൂടി അഭിപ്രായ പ്രകടനം നടത്തേണ്ട ഒരന്തരീക്ഷം സംജാതമായിരിക്കൊണ്ട് ഞാൻ ആ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ നിർവഹിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു വിഷയം, ചില നാളുകൾക്കപ്പുറത്ത് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ കോലായി എന്ന ഒരു ഗ്രൂപ്പ് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ബൈബിളിനെപ്പറ്റി, അതിൻ്റെ ധാർമ്മിക നിലപാടുകളെപ്പറ്റി, ക്രിസ്തീയ സഭ പുലർത്തിപ്പോരുന്ന ഉയർന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചക്കിടയിലേക്ക് ഈ LGBT എന്ന വിഭാഗത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ വരികയുണ്ടായി. അവരിൽ ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്ത് ചോദിച്ചത്, എന്താണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ പറ്റിയുള്ള ബൈബിളിൻ്റെ വീക്ഷണം? നിങ്ങളുടെ യേശുക്രിസ്തു ഞങ്ങളെയും സ്വീകരിക്കുന്ന ആളാണോ? ഞങ്ങളെ സമൂഹം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിലുള്ള താങ്കളുടെ അഭിപ്രായം? ഞാൻ അവരെ ഒട്ടും വേദനിപ്പിക്കാതെ അപ്പോൾ തന്നെ ബൈബിളിൻ്റെ കൃത്യമായ നിലപാട് പറയുകയും ഈ സുഹൃത്ത് വളരെ പ്രകോപിതനായി പ്രതികരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷ സംജാതമായി. തുടർന്ന് ഒരു വലിയ സമൂഹത്തെ തന്നെ എനിക്കെതിരെ യോജിപ്പിച്ചുകൊണ്ട് വല്ലാത്ത സൈബർ ബുള്ളിങ് ചില ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഉണ്ടായി. അതൊന്നും നമ്മൾ കാര്യമായിട്ടെടുത്തില്ല. എന്നാൽ അതിനുശേഷം ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിലതരം ഇത്തരത്തിലെ വിവാദങ്ങൾ, നിങ്ങൾക്ക് കൂടി അറിവുള്ള ചില പ്രശ്നങ്ങൾ ഒക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇതേപ്പറ്റി ഒരു ചർച്ച ചെയ്യാൻ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ആരോപണബാധിതരായ ചില ആളുകളെ അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരെ കേന്ദ്രീകരിച്ചൊരു ചർച്ച നടത്തുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ എന്താകണം ക്രൈസ്തവ സഭയുടെ നിലപാട് എന്ന് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ യൂത്ത് ക്യാമ്പുകളിൽ നിരന്തരം കേൾക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത്. അത് ഈ ലവ് മാരേജ് സംബന്ധിച്ചായിരുന്നു. പ്രേമവിവാഹം ശരിയോ തെറ്റോ? ഇതവിടെ നിന്നൊക്കെ ഒത്തിരി പോയിരിക്കുന്നു. നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എഴുതി ചോദിക്കുന്ന ഒരു പ്രവണത, അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ സ്വവർഗരതിയെപ്പറ്റി. ഇങ്ങനെ ചോദിക്കാൻ കാരണം, ചില നാളുകൾക്കപ്പുറത്ത് ഈ സ്വവർഗരതി നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേറ്റ് ചെയ്തു, നിയമബന്ധിതമാക്കി എന്നുള്ളതാണ്. ലെജിസ്ലേറ്റ് ചെയ്തൊരു നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഇത്തരം ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ സ്വവർഗരതി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഒരു തെറ്റല്ല. അപ്പോൾ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? രാജ്യ നിയമങ്ങൾക്കനുസൃതമായി ബൈബിൾ നിയമങ്ങളെ പരിപക്വമാക്കി തീർക്കേണ്ടതാണോ? അല്ല, ബൈബിൾ വീക്ഷണം ഇതായതുകൊണ്ട് ഞാൻ ഇതാണ് പിന്തുടരുന്നത് എന്നാണോ പറയേണ്ടത്? തീർച്ചയായും ഞാൻ രണ്ടാമത്തെ പക്ഷത്താണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രമാദിത്വമുള്ളത് ദൈവവചനത്തിനാണ്. ദൈവവചനമാണ് സുപ്രധാനം. വിശേഷിച്ച് അതിൻ്റെ ധാർമ്മികമായ തത്വങ്ങളിൽ എനിക്ക് പ്രധാനമായും തിരുവെഴുത്തിലെ സത്യങ്ങൾക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രബോധനങ്ങളിലും പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. ആദ്യം തന്നെ ആ നിലപാടിൻ്റെ കാരണമൊന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ സ്വതന്ത്രമായ ചില ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊക്കെ ഉണ്ട്.
അത് പബ്ലിക്കിനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നവൽക്കരിക്കുന്നില്ല എങ്കിൽ അയാളതിൽ തുടരുന്നത് മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ, പുകവലി പോലെയുള്ള കാര്യങ്ങൾ സാമൂഹിക തിന്മകളായി കരുതുന്നതെങ്കിലും അവ നിർവഹിക്കാൻ പരിമിതമായ അളവിൽ അനുവാദമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. എന്നതുപോലെ ഒരാൾക്ക് ഇത്തരത്തിലെ ജീവിതം നയിക്കാനും അനുവാദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ അവകാശങ്ങളെപ്പറ്റിയോ അവരുടെ ഈ നിലയിലുള്ള ഏതെങ്കിലും തരത്തിലെ താല്പര്യങ്ങളെക്കുറിച്ചോ അല്ല എൻ്റെ വിമർശനമേ അല്ലതിൽ. മറിച്ച് അത് ക്രൈസ്തവ സഭയ്ക്കോ അതിൻ്റെ ആധാരശിലയായ വിശുദ്ധ ബൈബിളിനോ ഏതെങ്കിലും തരത്തിൽ സ്വീകരിച്ചു പോകാൻ പാകത്തിനുള്ള ഒന്നല്ല എന്ന് തന്നെയാണ്. ഞാനിനി അതിൻ്റെ ബൈബിൾ വീക്ഷണത്തിലേക്ക് നേരെ ഒന്ന് കിടക്കാം. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രശ്നത്തെ നമ്മൾ കാണുന്നുണ്ട്. ലോത്ത് എന്ന ഒരു മനുഷ്യൻ അബ്രഹാമിൻ്റെ നെഫ്യൂ ആണ്. അയാളുടെ നാട്ടിലേക്ക് 2 പുരുഷന്മാരെത്തുന്നു. അപ്പോൾ ആ പുരുഷന്മാരെ ലോത്ത് പട്ടണവാതുക്കൽ വെച്ച് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവരോട് ഇത്തരത്തിൽ മ്ലേച്ഛത പ്രവർത്തിക്കാൻ പാകത്തിന് നാട്ടിൽ നിന്ന് പുരുഷന്മാർ വരുന്നു. വളരെ മോശമായൊരു ശൈലിയിലാണ് അവരുടെ പ്രയോഗം പോലും. നിൻ്റെ വീട്ടിൽ 2 അതിഥികൾ വന്നിരിക്കുന്നു, അവരെ ഭോഗിക്കാൻ ഞങ്ങൾക്ക് പുറത്തേക്ക് വിട്ടു തരണം. നേരിട്ടവർ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ സ്വതന്ത്ര ജീവിതം എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുണ്ടാകുന്നതിൻ്റെ വളരെ നാൾ മുമ്പ് ഇത്തരത്തിലെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനിൽ നിന്ന് തന്നെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. ഇതാണിത് സൂചിപ്പിക്കുന്നത്. ലോത്ത് വളരെ ദുഃഖിതനായി. തൻ്റെ അതിഥികളെ സൽക്കരിക്ക് സ്വീകരിക്കേണ്ട ആളാണ്. ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു അപ്പനും പറയാൻ ബുദ്ധിമുട്ടുന്നൊരു പ്രയോഗം, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അത് അവരെയും കൊണ്ടുപോകും, അത്ര ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അപ്പോൾ എന്നാൽ ഇവരെൻ്റെ അതിഥികളാണ്, ഞാൻ വിട്ടുതരില്ല, വഷളത്വം പ്രവർത്തിക്കരുതേ, നിങ്ങളൊന്ന് പോകണം. ആ നാട് വല്ലാത്തൊരു പരിസ്ഥിതിക്ക് വിധേയമാകുന്നതും ഒടുവിൽ അവിടെ ഗന്ധകവർഷം സംഭവിക്കുന്നതും ആ നാട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതുമായ ഒരു വിവരണമാണ് അവിടെ കിടക്കുന്നത്. ശ്രീമതി മനുജ മൈത്രി ഇതേപ്പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബൈബിളിൻ്റെ ധാർമ്മികത എത്ര മ്ലേച്ഛമാണ്, മോശമാണ് എന്നൊക്കെ. ഞാനതിന് മറുപടിയും കൊടുത്തിരുന്നു. പിന്നെ പ്രതികരണമൊന്നും കണ്ടില്ല. ഇത് ബൈബിളിൻ്റെ ധാർമ്മികത ഈ അപ്പൻ പെൺമക്കളെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞു, അത് നിങ്ങളും ചെയ്യണം എന്നല്ല. പിന്നീട് ഈ പെൺകുട്ടികൾ അപ്പനോട് അദ്ദേഹത്തെ മദ്യപിച്ച് മതോന്മത്തനാക്കി മാറ്റി ലഹരി പിടിപ്പിച്ചിട്ട് അപ്പൻ്റെ അരികിൽ തെറ്റായ നിലയിൽ അസാന്മാർഗ വൃത്തിക്ക് വിധേയരാകുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഗോവിന്ദചാമി ഒരു തെറ്റ് ചെയ്യുന്നു, മനോരമ പത്രം അത് വാർത്തയാക്കുന്നു. അത് മനോരമയുടെ ധാർമ്മികതയല്ല, മനോരമയുടെ നിലപാടുമല്ലത്. മനോരമയുടെ നിലപാട് അവരുടെ മുഖപ്രസംഗത്തിലുള്ളതാണ്. എഡിറ്റ് പേജിലൊക്കെ നിരീക്ഷണങ്ങൾ കാണും. അതാണ്, അത് മനുജ മൈത്രിക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ ബൈബിളിനെ ആക്ഷേപിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളത് പൊതുവേ സ്വതന്ത്ര ചിന്തകരുടെ ഒരു തമാശയാണ്. ഇതല്ലോ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ പ്രശ്നം അതല്ല. ഇവിടെ ഈ ലോത്ത് സംഭവം പഴയ നിയമത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ സ്വവർഗരതിയോട് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം ദൈവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള സങ്കീർണ ചർച്ചകൾക്ക് വിധേയമായ ലൂതറും കാൽവിനും അർമീനിയനും ഒക്കെ വലിയ ചർച്ച ചെയ്ത അനേക ചിന്തകളുടെ സമ്പന്നമായൊരു കലവറയാണ് റോമർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത്. അവിടെ പാവത്തിൻ്റെ സാർവത്രികത, വീണ്ടെടുപ്പിൻ്റെ സവിശേഷത, കൃപയുടെ സാർവത്രികത, ഇതൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ആമുഖ ഭാഗങ്ങളിൽ പറയുന്നത് പോലും എന്താണ്? മുഴു ലോകത്തിലും അകൃത്യം, ലംഘനം അവയുണ്ടായി. ഏകൻ്റെ ധിക്കാരത്താൽ, ലംഘനത്താൽ ഭൂമി മുഴുവൻ മലിനമായി. ആ മലിനാവസ്ഥയുടെ തുടർച്ച പല രൂപത്തിൽ പ്രതിഫലിക്കപ്പെടുന്നു. അത് വിഗ്രഹാരാധനയായി, കൊലപാതകമായി, മറ്റു പല ചിന്തകളായി, പ്രശ്നങ്ങളായി രൂപപ്പെടുന്നു. അതിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധാർമികതയിലൊന്ന് തന്നെയായിട്ടാണ് ഈ സ്വവർഗരതിയെ കൂടിപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24 മുതൽ കൃത്യമായി ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന്
അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവരെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവർ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊല്ലിച്ചു ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നത്തെ വിശുദ്ധ ബൈബിൾ കാണുകയാണ്. അവിടെ കാണുന്ന വിചാരം അല്ലെങ്കിൽ വിശകലനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു തെറ്റായ മതബോധമുണ്ടായിരുന്നു. അത് ഫെർട്ടിലിറ്റി കൾട്ട്, ഊർവരതാ പൂജ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പലതരത്തിലെ ആരാധന വൈശിഷ്ട്യങ്ങൾ, അതിലൊന്നായിരുന്നു ഈ ജനനേന്ദ്രിയങ്ങളെ പൂജിക്കുക. അപ്പോൾ ജനനേന്ദ്രിയ പൂജ, അത് നമ്മുടെ നാട്ടിലും ചില മതങ്ങളിൽ ഈ ജനനേന്ദ്രിയ പൂജ നിലനിന്നിരുന്നു. അതിൻ്റെ സ്തംഭങ്ങളോ ശിലകളോ അതല്ലെങ്കിൽ മറ്റു രൂപങ്ങളോ മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് മാത്രം കൊണ്ട് തീരുന്നില്ല. അതിലുപരി ഇത് ആരാധന വഴിവിട്ടൊരു നിലയിലേക്ക് പോയിട്ട് അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നത് പുണ്യമെന്ന് കരുതുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ. എങ്ങനെ ആരാധന സ്ഥലത്തെത്തുന്ന മനുഷ്യർ തെറ്റായ ജീവിതശൈലിക്ക് ദുർമാർഗത്തിന് വിധേയപ്പെട്ട് അവർക്കിടയിൽ രതിജന്യമായ രോഗങ്ങൾ വ്യാപിക്കുന്നതിനും കാരണമായി. ഇത് അതിര് വിട്ടു വന്നു. കാരണം ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് ചെയ്യുന്നത്. അവർ വിശ്വസിക്കുന്ന ആ മൂർത്തിയെ ഇത്തരത്തിൽ ആക്കിക്കൊണ്ട് ആ മൂർത്തിയെ സങ്കല്പിച്ച് രതിജന്യമായ ഇടപാടുകൾക്ക് വിധേയരാകുന്ന ആളുകളെയാണ് കണ്ടത്. അടുത്ത കാലത്ത് നമ്മൾ കേരളത്തെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു ജ്യോത്സ്യനും അയാളുടെ ഭാര്യയും മറ്റൊരു സുഹൃത്തും ചേർന്ന് നടത്തിയ മോശപ്പെട്ട ഒട്ടേറെ പ്രവണതകൾ കണ്ടു. 2 സ്ത്രീകളെ കൊല ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലുമൊക്കെ വന്നത് ഇത്തരത്തിലെ ഫെർട്ടിലിറ്റി കൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണെന്ന് ഓർക്കണം. ആ കാലഘട്ടത്തിലെ ബൈബിൾ ഇതിനോട് കൃത്യമായി തന്നെ എതിർത്ത് പോന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കാണേണ്ടത് ഇത്തരം ഒരു വിഷയത്തിന് അഡിക്റ്റായിത്തീരുന്ന ഒരു മനുഷ്യൻ, അത് കേവലം ഒരു അഡിക്ഷനല്ല. അവരെ നമുക്ക് പിന്തിരിപ്പിച്ച് കൊണ്ടുവരിക സാധ്യമായ കാര്യവുമല്ല. കൗൺസിലിംഗ് കൊടുക്കാം, അവരെ കൊണ്ടുവരാം, ഇത് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. അതിന് ഇത് പല ആൾക്കാരും പറയാറുണ്ട്, ജനിതകപരമായൊരു സവിശേഷതയാണ്, അവരുടെ കുറ്റം കൊണ്ടല്ല. അവരുടെ ഉള്ളിൽ ഒരാൾ പുരുഷനായി ജീവിക്കുമ്പോൾ ഉള്ളിലൊരു സ്ത്രൈണഭാവമുണ്ടെന്നും അയാൾ ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ പൗരുഷം അവരുടെ ഉള്ളിലുണ്ടെന്നും അത് ഹോർമോണുകളുടെ സവിശേഷത കൊണ്ടാണെന്നും എനിക്കത്രയും ശാസ്ത്രാവബോധമില്ല. ആ കുറവ് ഞാൻ സമ്മതിക്കുന്നു. ഞാനൊരു യഥാസ്ഥിതികനെന്ന് നിങ്ങൾക്ക് മുദ്ര കുത്താം. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ കാണേണ്ടത് കേവലമായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന നിലയിലല്ല, മറിച്ച് ഇത് ബൈബിൾ വിശദീകരിക്കുന്നത് ഒരു ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ടാണ്. എന്തുതരം ശിക്ഷണ നടപടി? ഇങ്ങനെ ആളുകൾ ആയിത്തീരുന്നത് ഒരു ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്ന് അറിയില്ല. ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഒരാൾ മദ്യപിക്കുന്നു. ആ മദ്യപാനം ഒരു ശിക്ഷയൊന്നുമല്ല. മദ്യപാനം ഒരുത്തൻ്റെ ആക്ടിവിറ്റിയാണ്. അയാൾ അതിൽ നിന്ന് വിമുഖത കാട്ടി ഒഴിവാക്കി തിരിച്ചു വരാം. പല തെറ്റുകളിൽ നിന്ന് മനുഷ്യനിതുപോലെ തിരിച്ചു വരാം. എന്നാൽ ഇത്തരത്തിൽ സ്വവർഗരതിക്ക് അടിമപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്നത് അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം പറയുന്നത് ഇവർക്ക് തിരുത്തി ശരിയായൊരു ജീവിതം നയിക്കാൻ പരമാവധി അവസരം കൊടുത്തിട്ട് അവർ വരാതിരിക്കവേ അവരുടെ ആ നികൃഷ്ട ജീവിതത്തിൽ ആ നികൃഷ്ട ബുദ്ധിക്ക് ദൈവം അവരെ അനുവദിച്ചു കൊടുക്കും. ശരി, നിൻ്റെ ഇഷ്ടം അതല്ലേ? സ്വതന്ത്രബോധത്തോടെ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്ന ദൈവം, അവൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിച്ചു കൊള്ളാൻ അനുവാദം കൊടുക്കുന്ന ദൈവം. ആ ദൈവം പറയുകയാണ്, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നിനക്കതിലേക്ക് തുടരാം. അങ്ങനെ അവനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൺസെൻ്റ് അക്കാര്യത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവരെ ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരിക അത്ര പാടാണ്, അത്ര എളുപ്പമല്ല. കാരണം ദൈവം അവരെ അവരുടെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എന്തു പറ്റി? അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ ഒരുവൻ ചരിക്കുക വഴി, ഒരു സ്ത്രീ ചരിക്കുക വഴി, അവൾ പോകുന്ന പാത, അവൾ തിരഞ്ഞെടുത്ത പാത, ആ പാതയിൽ നിന്ന് അവളെ മടക്കിക്കൊണ്ടുവരാൻ അന്ധക്കരണത്തോട് മനസാക്ഷിയോട്
പലതവണ ദൈവം ഇടപെട്ടിട്ടും കുറ്റബോധം കൊടുത്തിട്ടും ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ സാധിക്കാതെ ആ രൂപത്തിൽ തന്നെ പോകുന്ന ആ പ്രവണത സത്യത്തിൽ ഏറ്റവും വലിയ തിന്മയുടെ മൂർത്തിമത് ഭാവമായ ഒരവസ്ഥാവിശേഷം തന്നെയായി വിശുദ്ധ ബൈബിൾ കാണുന്നു. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളുടെ പേരിലോ മറ്റേതെങ്കിലും തരത്തിലോ ഇത്തരം കാര്യങ്ങളെ പുകഴ്ത്തിപ്പറയുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന നിലയിലേക്ക് വസ്തുതകളെ കാണുക ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒന്നറിയുക, ഞാൻ വിശുദ്ധ ബൈബിളിൻ്റെ ഉപാസകനാണ്. എനിക്ക് ദൈവവചനമാണ് സുപ്രധാനം. നിങ്ങളെന്നെ യഥാസ്ഥിതികനായി മുദ്ര കുത്തിയാലും എങ്ങനെ കണ്ടാലും വിരോധമില്ല. ബൈബിൾ എതിർക്കുന്ന ഏറ്റവും ഗുരുതരമായ തിന്മകളിൽ ഒന്ന് തന്നെയാണ് സ്വവർഗരതി. അങ്ങനെയുള്ള സ്വവർഗരതിക്ക് അടിപ്പെട്ടോ വിധേയപ്പെട്ടോ അല്ലെങ്കിൽ ആ വഴിത്താരയിലൂടെ യാത്ര തിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അതൊരിക്കലും മഹത്വകരമായൊരു ജീവിതമല്ല. അതൊരിക്കലും നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു സംതൃപ്തിജനകമായ ആത്മിക കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നല്ല. പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടേണ്ട നമുക്ക് അതിജീവനത്തിൻ്റെ കൃപയും ബലവും തരാൻ സർവശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇതിലകപ്പെട്ടു പോയ മനുഷ്യൻ്റെ സിറ്റുവേഷനെ പറ്റി, അതിൻ്റെ ഗൗരവത്തെപ്പറ്റി എനിക്ക് വിചിന്തനം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒന്നുറപ്പായിട്ട് പറയാം, ഇവർക്ക് ആ ജീവിതം അവസാനിപ്പിച്ച് സംശുദ്ധമായ ഒരു ആത്മിക ജീവിതത്തിലൂടെ പോകാൻ ദൈവം പലയാവർത്തി അവസരം തരുന്നതാണ്. ആ അവസരങ്ങളെ ക്രിയാത്മകമായി വിനിയോഗിച്ചുകൊണ്ട് സത്യസന്ധമായി പാപത്തോട് പോരാടി ജയിക്കുവാനുള്ള ദൈവകൃപ അത് കിട്ടാൻ വേണ്ടി ദൈവം തരുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് നേരാവണ്ണം പോകാനാണ് ശ്രമിക്കേണ്ടത്. അതിന് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഇയാൾ ശിക്ഷയ്ക്ക് വിധേയനായി കഴിഞ്ഞു. ഈ സഹോദരി അല്ലെങ്കിൽ ഈ സഹോദരൻ സ്വർഗരതി എന്ന വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്നു. അവരെ ഈ ശിക്ഷണ നടപടിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ അവരുടെ ജീവിതത്തെപ്പറ്റിയോ ഒന്നുമല്ല. കാരണം നമുക്കിതൊന്നും അറിയില്ല. ഒരാളുടെ സ്വകാര്യ ജീവിതം എത്രത്തോളം ആയിരിക്കുന്നു എന്നൊന്നും അറിയാൻ നമുക്ക് സാധിക്കില്ല. എനിക്കതിൽ ആകാംക്ഷയുമില്ല, ആരെയും പറ്റിയില്ല. അത് അവരുടെ സ്വകാര്യമാണ്. പക്ഷേ ആരായിരുന്നാലും ഒരാളുടെ ജീവിതത്തെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ അതിലൊരു ദൈവശാസ്ത്രപരമായ ഉത്തരം തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ടത് ഇത് മാത്രമാണ്. ഏതൊരാളും ഈ തരത്തിലുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് ദുർമാർഗത്തെക്കാൾ അല്ലെങ്കിൽ സ്വാഭാവികമായ ലൈംഗിക അഭിനിവേശങ്ങൾ നിമിത്തമുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും ഗുരുതരമായ മലിനമായ ഒരു തിന്മ തന്നെയാണ്. ആ തിന്മയോട് പടപൊരുതാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ കാലാവസ്ഥയും ആ സാഹചര്യം ഉപയോഗിച്ച് നിങ്ങൾ പടപൊരുതി തിരിച്ചു വരുന്നില്ലെങ്കിൽ, ജയാളിയായി തിരിച്ചു വരുന്നില്ലെങ്കിൽ ആ വഴിയേ തന്നെ പോവുക എന്ന സ്വാഭാവികമായ ഒരു പരിണിതി അതിനുണ്ട്. അത് റോമർക്കെഴുതിയ ലേഖനം കൃത്യമായി പറയുന്നു. അത് നമുക്കെല്ലാം ഒരു പാഠമാകുന്നതെന്ന് ഞാൻ വായിച്ചു നിർത്തുന്നു. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കണ്ടു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിക്കും. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം ശരീരത്തിൽ തന്നെ പ്രാപിച്ചു. അങ്ങനെ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു എന്നുകൂടി അടുത്ത വാക്യത്തിൽ കാണുന്നു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പം നികൃഷ്ട ബുദ്ധിയുടെ ഒരു അത്തരത്തിലുള്ള ഒരു ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയരായി ജീവിക്കത്തക്ക വിധത്തിലേക്ക് അവരുടെ മനസ്സും ശരീരവുമൊക്കെ ആയിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ആളുകളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതത്തോട് ഒരു യഥാർത്ഥ ആത്മീയൻ സ്വീകരിക്കേണ്ടത് കൃത്യമായിട്ടുള്ള അകലമാണ്, കൃത്യമായിട്ടുള്ള ദൈവശാസ്ത്ര നിലപാടാണ്. അതുകൊണ്ട് മറുവശത്ത് ഉയർന്നു കേൾക്കാം, അവരോട് സഹതാപം പാടില്ല, അവരോട് സ്നേഹം പാടില്ല. തീർച്ചയായിട്ടും, കാരണം എല്ലാ മനുഷ്യരോടുമുള്ള സഹതാപം അവരോട് മാത്രമല്ല കാര്യം. ഞാൻ അതുകൊണ്ട് LGBT സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ, കോലായി എന്ന ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ഇത്തരമൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ ആ താല്പര്യം ഞങ്ങളുടെ ഒന്നും ഔദാര്യമല്ല, അത് നിങ്ങളുടെ റൈറ്റാണ്, നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾ തുടരൂ. ആര് പറഞ്ഞു വേണ്ടത്? പക്ഷേ പ്രശ്നം അവിടെയില്ല. ഇവർക്ക് ആവശ്യം അതേ രൂപത്തിൽ ഇവരെ ക്രൈസ്തവ സഭ സ്വീകരിച്ചു കൊണ്ടുപോകണം, അവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കണം. ഞങ്ങളിവിടെ ഒരു വേറിട്ട ഐഡൻറ്റിറ്റി ഉണ്ട്, നിങ്ങൾ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം, ഇതാണ് പറഞ്ഞു വരുന്നത്. അതിന് നിർവാഹമില്ല. അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറഞ്ഞു നിർത്താം,
ഒരു കൂട്ടർക്ക് അത്തരത്തിൽ ലെസ്ബിയൻസോ ഗേയോ ഒക്കെ ആയ സുഹൃത്തുക്കൾക്ക് ആ ലൈഫ് സ്റ്റൈൽ തുടരാൻ അവകാശങ്ങളും അനുവാദങ്ങളുമുള്ള ഒരു രാജ്യത്ത് അവർ കഴിയുന്നത് പോലെയാണ് അത് കൂടാതെ ജീവിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രമാണം വിശുദ്ധ ബൈബിളാണ്, അതിൽ അപ്പോസ്തോലിക ശാസനങ്ങളാണ്, യേശുവിൻ്റെ പഠിപ്പിക്കലാണ്. അതിനനുസൃതമായി നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഇത്തരം ആളുകളോട് കാണേണ്ട നമ്മളുടെ താല്പര്യം അത് അവരുടെ റൈറ്റാണ്. നമ്മളാരും അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, അവരുടെ ലോകത്തേക്ക് ആക്രമണത്തിന് പോകുന്നില്ല. പക്ഷെങ്കിൽ ഒന്നുറപ്പാക്കണം, ഇത്തരത്തിലുള്ള ഒരു പ്രവണതയെയും ഉൾക്കൊണ്ടു പോകുന്ന ഒന്നല്ല വിശുദ്ധ ബൈബിളിൻ്റെ ധാർമ്മിക ബോധം. അതുകൊണ്ട് ബൈബിളിനൊപ്പം ജനിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ക്രിസ്തുവിനൊപ്പം നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇത്തരം തിന്മയോട് പാടേ വിട പറഞ്ഞ് വളരെ പ്രത്യാശ നിർഭരമായ ജയകരമായ ഒരു ജീവിതം നയിക്കണം. അതിനാണ് യേശുവിൻ്റെ രക്തം എന്ന അമൂല്യമായ ഔഷധം നമുക്ക് പ്രയോജനപ്രദമാകുന്നത്. ആ പുണ്യാഹ രക്തത്തിൽ അഭയം പ്രാപിച്ച് പാപത്തെ അതിജീവിച്ച് ഒരു പരിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും അത്യുന്നതൻ കൃപയും പ്രാപ്തിയും നൽകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി.